ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നായകൻ ജീവ വരുന്നുണ്ട്. ജീവ രാധികയെ കാണുമ്പോൾ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവിടെയുള്ള പ്രൊഡ്യൂസറിനോട് ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ആരാണ്, ഇവിടെ അഭിനയിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു. പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, നാട്ടുകാരുടെ കൂട്ടത്തിൽ വന്ന പെൺകുട്ടിയാണെന്ന്. ജീവി അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ പാട്ടുകാരി ശ്യാമ മേഡത്തിന്റെ സാമ്യമുള്ള കുട്ടിയാണ്. പ്രൊഡ്യൂസറും പറയുന്നുണ്ട് ശരിയാണെന്ന്. രാധിക നന്ദുവിനോട് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന്. നന്ദു അപ്പോൾ പറയുന്നുണ്ട് വിനയപ്രസാദ് മേഡം കൂടെ വരും, നമുക്ക് അവരെ കൂടെ കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് വിനയപ്രസാദ് വരുന്നുണ്ട്. എല്ലാവരെയും കൈ കാണിച്ചുകൊണ്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവർ മുന്നോട്ട് നടക്കുമ്പോൾ വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് രാധിക പിടിക്കുന്നുണ്ട്. രാധികയോട് താങ്ക്സ് പറയുന്നുണ്ട്. വിനയപ്രസാദ് രാധികയോട് ചോദിക്കുന്നുണ്ട് ശ്യാമയുടെ റിലേറ്റീവ് ആണോ എന്ന്. രാധിക അല്ലെന്ന് പറയുന്നു. പേരെന്താണെന്ന് ചോദിക്കുന്നു. രാധികയാണെന്ന് പറയുന്നു. രാധിക പറയുന്നുണ്ട് എനിക്ക് ശ്യാമ മേഡത്തെ ഒരുപാട് ഇഷ്ടമാണ്, മേഡത്തിന്റെ പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ. രാധികയോട് താങ്ക്സ് പറഞ്ഞിട്ട് വിനയപ്രസാദ് മേഡം അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ജീവയോട് സംസാരിക്കുകയും അവിടെയുള്ളവരെയൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വരുണിന്റെ അമ്മയും മുത്തശ്ശിയുമാണ്. രണ്ടുപേരും പ്രിയങ്കയ്ക്ക് സ്വർണം എടുത്ത് കാണിക്കുകയാണ്. പ്രിയങ്കയോട് പറയുന്നുണ്ട് ഇത് പാരമ്പര്യമായിട്ടുള്ള സ്വർണമാണെന്ന്, ഈ ആഭരണം വേണം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അണിയാനെന്നൊക്കെ പറയുന്നു. ഇത് മോളുടെ റൂമിൽ തന്നെ വെച്ചാൽ മതിയെന്ന് പറയുന്നു. അത് കേട്ടുകൊണ്ട് ചെറിയമ്മയും കൽപ്പനയും അവിടേക്ക് വരുന്നുണ്ട്. ചെറിയമ്മ പറയുന്നുണ്ട് ഇത് കൽപ്പനയ്ക്ക് കൂടെ അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ. കൽപ്പനയും പറയുന്നുണ്ട് എനിക്കിത് അവകാശപ്പെട്ടതാണെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നിനക്കുള്ളത് നേരത്തെ തന്നിട്ടുണ്ടല്ലോ എന്ന്. കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പോരാ, സൂര്യയെ നോക്കുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ കൂലി കിട്ടണമെന്ന് പറയുന്നു. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കാണ്, എന്ത് കൂലിയാണ് നിനക്ക് വേണ്ടത്, കൂടുതൽ കൂലി എന്ത് വേണമെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ചോദിക്കാണ്. വരുണിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ എന്തിന്റെ കുറവാണ് നിനക്കുള്ളത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട് മോൾ ആ സ്വർണം എടുത്തിട്ട് ഇവിടെ നിന്ന് പൊക്കോളാനെന്ന്. പ്രിയങ്ക സ്വർണവുമായിട്ട് റൂമിലേക്ക് ഭയങ്കര അഹങ്കാരത്തോടെ പോകുന്നുണ്ട്. കൽപ്പനയ്ക്കും ചെറിയമ്മയ്ക്കും അത് കാണുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വരുണിന്റെ അടുത്തേക്ക് മോഡേൺ ആയിട്ട് പ്രിയങ്ക ചെല്ലുകയാണ്. പ്രിയങ്ക വരുണിനോട് ചോദിക്കുന്നുണ്ട് ഈ കുടുംബത്തിൽ എല്ലാവരും എന്തൊക്കെ ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന്. വരുൺ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. പ്രിയങ്ക പറയുന്നുണ്ട് വരുൺ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് കൂടെ എന്നൊക്കെ. ഒരു സിനിമയൊക്കെ നിർമ്മിച്ചുകൂടെ, അതിൽ നായികയായിട്ട് എനിക്കും അഭിനയിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ജീവിതമേ പോയി കിടക്കുകയാണ്, എനിക്കിപ്പോ എന്റെ ജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വരുൺ പറയുന്നുണ്ട് നിന്റെ താല്പര്യം നീ എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് നീ എൻ്റെ അടുത്ത് നിന്നും പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു. വരുൺ അങ്ങനെ പറഞ്ഞിട്ട് റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ പ്രിയങ്ക വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വരുൺ രാധികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രാധികയോട് ഒരുപാട് സ്നേഹത്തോട് പെരുമാറുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം രാധിക സ്വപ്നം കണ്ടതായിരുന്നു. രാധിക സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് നീ വീണ്ടും വീണ്ടും എന്തിനാണ് എന്നെ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്, എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്നു. ശേഷം അടുത്ത ദിവസം പ്രിയങ്ക എഴുന്നേൽക്കുമ്പോൾ വരുൺ വെളിയിൽ കിടന്നുറങ്ങുന്നത് കാണുന്നു. മുത്തശ്ശി പൂജാമുറിയിൽ പ്രാർത്ഥിക്കാനും പോകുന്നുണ്ടായിരുന്നു. പ്രിയങ്ക പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വന്നിട്ട് വരുണിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. മുത്തശ്ശി വെളിയിലേക്ക് വരുമ്പോൾ പ്രിയങ്ക വരുണിന്റെ കാല് തൊട്ട് വന്നിക്കുകയാണ്. മുത്തശ്ശിയെ കാണിക്കാൻ വേണ്ടി പ്രിയങ്ക ചെയ്യുന്നതാണ്. മുത്തശ്ശിക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കൽപ്പനയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൽപ്പനയോട് മുത്തശ്ശി പറയുന്നുണ്ട് കുടുംബത്തിലെ പെൺകുട്ടികൾ കണ്ടോ ഭർത്താവിനോട് എന്ത് ബഹുമാനത്തോടെയാണ് പെരുമാറുന്നതെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി വരുണിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്ന് കിടന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പ്രിയങ്ക നിന്റെ കാല് തൊട്ട് വന്നിക്കുകയായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കയെ മുത്തശ്ശി പുകഴ്ത്തുന്നുണ്ട്. പ്രിയങ്കയുടെ അഭിനയത്തെ കുറിച്ച് കൽപ്പന പറയുന്നുണ്ട് ഇതൊക്കെ വെറും അഭിനയമാണ്, ഇത് ചുമ്മാ മനസ്സിലേക്ക് കയറി പറ്റാൻ വേണ്ടിയുള്ള അടവൊക്കെയാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട്. പ്രിയങ്ക അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം മറിഞ്ഞു നിന്ന് സംസാരമൊക്കെ ശ്രദ്ധിക്കുകയാണ്. മുത്തശ്ശി കൽപ്പനയെ കുറ്റപ്പെടുത്തുകയാണ് നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഒന്നും പറയാതെ പോയത് കണ്ടോന്നൊക്കെ.
അവള് നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണായത് കൊണ്ടാണ് അങ്ങനെ, അല്ലാതെ നിന്നെ പോലെ ആഭരണങ്ങളെല്ലാം ഇട്ട് മയക്കി നടക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.